മലപ്പുറം പൂക്കോട്ടുംപാടത്ത് 17-കാരന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. പൂക്കോട്ടുംപാടം സ്വദേശി സഹീദിന്റെ മകൻ ഹാഷിമാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുടി വെട്ടാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. മുഹമ്മദ് ഷംസീറുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷംസീർ, എപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്? എന്താണ് പോലീസ് പറയുന്നത്? അന്വേഷണം തുടങ്ങിയോ? രേഷ്മ, മലപ്പുറം പൂക്കോട്ടുംപാടം തോട്ടക്കര കാഞ്ഞിരമ്പാറ സഹീദിന്റെ മകൻ ഹാഷിം 17 വയസ്സാണ്. ഹാഷിമിനെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ കാണാതായിരുന്നു. വീട്ടിൽ നിന്ന് മുടി വെട്ടാനെന്ന് പറഞ്ഞ് പോയതായിരുന്നു. മുടി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടുകാരുടെ ചില അനിഷ്ടങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഈ മരിച്ച ഹഷീം. അതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. അതിനുശേഷം 3 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വെച്ചാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പൊട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കമുകിൻ തോട്ടത്തിലെ കിണറ്റിൽ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ സ്ഥലം, ഈ കമുകിൻ തോട്ടം, ഈ കുടുംബത്തിന്റെ കമുകിൻ തോട്ടം തന്നെയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ഭാഗത്ത് ബസ് ഇറങ്ങി ഈ കുട്ടി നടന്നു പോകുന്നത് രണ്ടുപേർ കണ്ടിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയതിന്റെ തുടർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ മറ്റു അസ്വാഭാവിക കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതലാണ് ഈ ഹഷീമിനെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ബസ് കയറി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. ഇവിടെ ഈ കുടുംബത്തിന് തന്നെ സ്ഥലമാണ് ഇതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് ഇനിയും അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശരി ഷംസീർ.